ഹലോ. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ ലൈഫാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മക്കളെല്ലാം പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ടി വിയുടെ ഓളി ഒന്ന് കുറച്ച് വയ്ക്കാൻ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ പുട്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിള്ളേർക്ക് പുട്ടും കടലക്കറിയായിരുന്നു, അത് കൊടുത്തു. പിന്നെ ഉച്ചത്തേക്ക് ചോറ് വയ്ക്കണം, മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വൻപയർ ഞാൻ കുതിർക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറേ ദിവസം എരിശ്ശേരി വെച്ചിട്ട്, അപ്പോൾ എരിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്നും തുണി നനയ്ക്കാനാണ്. ഇന്ന് തുണി അലക്കാനില്ല. ഇന്നലെ കുറേ നനച്ചത് കൊണ്ട് ഇന്ന് തുണി നനയ്ക്കാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് പൗഡർ ഒന്നും ഇട്ടൊന്നുമില്ല, മുടിയൊക്കെ എന്തോ പോലെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം, ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. പിന്നെ സാരി വെയറിങ്ങിൻ്റെയൊക്കെ വീഡിയോ, അപ്പോൾ അതൊരു രക്ഷയില്ല. ഈശ്വരാ, നമ്മളൊരു സാരി വെയറിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് കമൻറ്റ് പറഞ്ഞതാ. രാവിലെ സത്യം പറഞ്ഞാൽ ഒരുത്തനോട് ചീത്ത വിളിയായിരുന്നു. എന്തോന്ന് ശുദ്ധ ദൈവമേ, സഹിക്കാൻ വയ്യ. സ്ത്രീകൾ ആ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു മൂഡിലല്ലാതെ ഒരു സഹോദരിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട, ഒരു അവൻ്റെയൊക്കെ വീട്ടിലുള്ള ഒരു സഹോദരി പെങ്ങളെപ്പോലെ കണ്ടാൽ പെങ്ങളെപ്പോലെ കാണണമെന്നുമില്ല. പിന്നെ എന്തോന്ന് പൊക്കിൾ തത്ത് സാരി കൊടുക്കുമോ, അടുത്ത പൊക്കിൾ മേളിൽ വെച്ച് വീഡിയോ എടുത്ത് തരുമോ, പൊക്കിളിൻ്റെ താഴെ വെച്ച് എടുത്ത് തരുമോ, ഇതൊക്കെ എന്തോന്ന്? ഇതൊക്കെ കാണണമെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിലെ അമ്മയുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സ്ത്രീകളെ വെറുതെ വിടണം കേട്ടോ. പക്ഷെ വരണതൊക്കെ ഫേക്ക് ഐഡിയ ആണെന്ന് നല്ല പോലെ എനിക്കറിയാം, ഫേക്ക് ഐഡിയ എന്നാണ് വരണത്. പിന്നെ ഒരു ഇങ്ങോട്ട് ചൊവ്വയാകുന്ന അങ്ങോട്ട് ചൊറയണ ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് റിപ്ലൈ കൊടുക്കും കേട്ടോ. നല്ല ചീത്ത തന്നെ ഞാനും കൊടുക്കുന്നത്. ഇതിനി യൂട്യൂബിൽ എനിക്കിനിയിപ്പോൾ സ്ട്രൈക്ക് അടിച്ച് തന്നാൽ കുഴപ്പമില്ല. സഖി കെട്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കമൻറ്റ് തിരിച്ച് കൊടുക്കണം. നല്ല കമൻറ്റ് നമുക്ക് ഇങ്ങോട്ട് തരണവർക്ക് നമ്മൾ നല്ല റെസ്പെക്റ്റോട് തന്നെ അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ ബാഡ് കമൻറ്റ് തരണവർക്ക് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കമൻറ്റുകളാണ് വരണത്. പോട്ടെ. അപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരും, സ്വാഭാവികം. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. മോനാണ് എനിക്ക് എല്ലാം ചെയ്തു തരുന്നത്, വീഡിയോസൊക്കെ മോനാണ് എടുത്തു തരുന്നത്. അപ്പോൾ മോന് ഡിപ്ലോമയ്ക്ക് പഠിക്കുകയാണ്. അപ്പോൾ മോന് ഫ്രീ അല്ല. 12th കഴിഞ്ഞ സമയത്ത് മോൻ ഫ്രീ ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് അവനാണ് ലോങ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. ഇങ്ങനെ ഇട്ടിട്ടുമില്ല ലോങ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യണം. കമൻറ്റുകൾ ആവശ്യമാണ്. ബാഡായാലും ശരി, ഗുഡാണെങ്കിലും ശരി, നിങ്ങളെ കമൻറ്റുകൾ ഇടുക. നല്ല രീതിയിലെടുക്കും. ബാഡാണെങ്കിൽ ബാഡായിട്ട് എടുക്കും. പിന്നെ വേറെ സബ് ആവശ്യമാണ്. കമൻറ്റ്, ലൈക്ക്, ഷെയർ ഉണ്ട് അത്യാവശ്യം. എൻ്റെ വീഡിയോ ആരൊക്കെ എടുത്ത് ഷെയർ ചെയ്യണുണ്ട്. കൊല്ലാനാ ജീവിക്കാനാണ് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വലിച്ച് നീട്ടി നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി എടുക്കണം. അതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഈ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാനലിലെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല രസമാണ്. ആ ചാനലിൽ കുറച്ച് സമയം കണ്ടിട്ട് പിന്നെ അടുത്ത ജോലി പ്ലാനിങ്ങാണ്. അടുത്ത എന്തോന്ന് ചെയ്യണം, അടുത്ത എന്തോന്ന് ജോലി ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങും. ഇപ്പോൾ സമയം 9:30 അപ്പോൾ 9:30 മണി ആയതുകൊണ്ട് ചോറ് വയ്ക്കാനുള്ള കുറച്ച് സമയമാവും ചോറ് വയ്ക്കാൻ. പിന്നെ മീൻ വെട്ടി റെഡിയാക്കണം. പിന്നെ
എരിശ്ശേരിക്ക് വേണ്ടിയുള്ള പച്ചക്കറി അരിഞ്ഞു വയ്ക്കണം. ഇതൊക്കെ ഉണ്ട്. പുറകിലിരിക്കുന്ന ഗ്യാസ് അടുപ്പ് കംപ്ലൈൻറ്റ് നന്നാക്കണം. മാമി തന്നത് അതൊന്ന് കഴുകിയില്ല. ഇന്നലെ തന്നെ എനിക്ക് കൈ മുറിഞ്ഞിരുന്നുകൊണ്ട് സോപ്പിട്ട് ഇത് കഴുകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. അത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പരിപാടി കുറച്ച് അത്യാവശ്യമുണ്ട്. പിന്നെ താഴോട്ട് പോകണം. താഴെ കുറച്ച് വിറവെടുത്തോണ്ട് വരണം ചോറ് വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ കൊണ്ടുപോയി വിറവെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. അപ്പോൾ ഞാൻ വിറവെടുത്തോണ്ട് പറഞ്ഞ വീഡിയോ ഒന്നും കാണിക്കില്ല. അതെനിക്ക് വിറവും എടുത്ത് വീഡിയോ എടുത്ത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കൊണ്ടുവച്ച വിറവ് തീർന്നു. അപ്പോൾ താഴെ കുറച്ച് വിറവ് കിടക്കും. ചോറ് വയ്ക്കാൻ മാത്രം മതി. ചോറും കൂടെ ഗ്യാസിൽ വെച്ചാൽ ആകെ എല്ലാം പ്രശ്നമാവും. അപ്പോൾ ഇപ്പോൾ ഒന്നത് ഇതല്ലേ, നല്ല വെയിലല്ലേ, അപ്പോൾ നമുക്ക് നല്ല വിറവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് വെച്ച് നമുക്ക് കത്തിക്കാമല്ലോ. വെറുതെ ഗ്യാസിന് പൈസ കളയുന്ന എന്നാത്തിനാ, അതിന് ചെയ്യാം. അപ്പോൾ ഞാൻ വിറവൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടേ ഞാൻ അടുത്ത ജോലിയിലോട്ട് കടക്കത്തുള്ളൂ. വയ്യ സത്യം. പക്ഷെ മടിയൊന്നും അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജോലിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യും. എനിക്ക് അടുക്കളയിൽ ജോലി കിടന്നിട്ട് ഒരിടത്ത് പോയി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ക്ലീനാക്കി ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ഇരുന്ന് ടി വിയൊക്കെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ മീൻ കൊലയാള മീനാണ് കിട്ടിയതെന്ന്. അപ്പോൾ 4 ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും കറി വയ്ക്കാം. അപ്പോൾ മീൻ കറി വയ്ക്കാം. മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനിൽ പുളിഞ്ചിക്കൊക്കെ ഇട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ പയറ് ഞാൻ കുതിർക്ക എടുത്ത് വെച്ചതാണ് പയറ്. പിന്നെ അരി കഴുകി വൃത്തിയാക്കി ഇനി അടുപ്പിൽ വയ്ക്കണം. പിന്നെ പച്ചക്കറി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരിക്കുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. ഇനി മീനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. പിന്നെ മീനിന് അരപ്പ് കൂട്ടണം. എരിശ്ശേരിക്ക് അരപ്പ് കൂട്ടണം. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തേങ്ങ തിരുവണത്. അയ്യോ, എനിക്കെന്ത് ബുദ്ധിമുട്ടെന്നറിയാമോ തേങ്ങ തിരുവണ വിഷയം. കോളേജിൽ പോയതുകൊണ്ട് എനിക്ക് തേങ്ങ തിരുവാളില്ല. എൻ്റെ മോനാണ് എനിക്ക് തേങ്ങയൊക്കെ തിരുവി തരണത്. അപ്പോൾ അവന് തേങ്ങ തിരുവാൻ ഭയങ്കര ഇഷ്ടമാണ്. കരഞ്ഞ് തിരുവുമ്പോൾ അവൻ എനിക്ക് വയ്യാത്തതാണ്. ഇതെൻ്റെ കുറി. ഇതിൻ്റെ അകത്ത് ഒന്നും കാണൂല. ഞാൻ ആരും അറിയാതെ ലഡുവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും ഇതിൻ്റെ അകത്ത് കഴിക്കാൻ വേണ്ടി. ഇതാരും തുറന്ന് നോക്കില്ല. യൂറി ഇതാരും തുറന്ന് നോക്കില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പോൾ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇപ്പോൾ എന്താ ഉപ്പ് വാങ്ങിച്ചിട്ട് ബാക്കി ഭരണിയിൽ തട്ടിയിട്ട് ബാക്കി എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. ഉപ്പ് ചെറിയ ഭരണി ആയതുകൊണ്ട് ആ ഒരു പാക്കറ്റ് ഉപ്പ് അതിൽ കൊള്ളൂല. അപ്പോൾ ബാക്കി ഞാൻ ഇതിലെടുത്ത് വയ്ക്കും. പിന്നെ എൻ്റെ റേഡിയോ രാവിലെ മുതൽ ഞാൻ റേഡിയോ കേൾക്കും. രാവിലെ മുതൽ ഞാൻ എണീക്കുന്ന സമയത്ത് ഞാൻ റേഡിയോ ഇട്ടിട്ട് പിന്നെ മോളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഓഫാക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്ക് റേഡിയോ ഓണാക്കും. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഹരിശങ്കറിന്റെ ശബ്ദമാണെന്ന് തോന്നാതെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ? ഓ തീർച്ചയായും. ഏത് പാട്ട് വയ്ക്കാം നമുക്ക്? എന്നാ പിന്നെ ആയിക്കോട്ടെ, അടിപൊളി. നമുക്ക് അപ്പോൾ മീൻ കിട്ടേ നമ്മൾ മീൻ്റെ തൊലിയൊക്കെ എടുക്കും. ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ. ചില ആൾക്കാർ തൊലിയെടുക്കും, ചില ആൾക്കാർ തൊലിയെടുക്കത്തില്ല. തൊലിയെടുത്ത് 2 സൈഡിൽ ഇതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കും.
വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് തല കണ്ടിച്ച് കളയാം. ഇപ്പോൾ ചെറിയ മീനില്ലേ, അത്യാവശ്യം പ്രശ്നമില്ലാത്ത നോക്കി. ഇനി തല, അകത്തുള്ള വേസ്റ്റ് എടുത്ത് കളയാം. തലയുടെ വേസ്റ്റാണ് ഇത്. തല കഴിക്കാം. ഈ വാലിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തൊലി എടുക്കാൻ പറ്റും, രണ്ട് സൈഡും. എന്നിട്ട് ഈ ചെവിയുടെ അവിടെയുള്ള ഈ പൂവിനെ എടുത്ത് കളയണം. അപ്പുറത്തെ സൈഡിലും അതുപോലെ എടുത്ത് കളയണം. നിസ്സാരമായിട്ട് നമുക്ക് തൊലി ഇങ്ങനെ അളവ് വരും. ഇതാക്കണ്ട, തൊലി കളയും. ചില ആൾക്കാർ തൊലിയോടുകൂടി മീനിട്ട് വയ്ക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും, നമുക്ക് പറ്റില്ല. നമ്മളിങ്ങനെയാണ്. ഇനി 2 കഷ്ണമായിട്ട് അറുക്കുക. കുഞ്ഞു മീനാണ്, അപ്പോൾ 2 കഷ്ണമായിട്ട് അറുക്കാൻ പറ്റത്തുള്ളൂ. വോയിസൊക്കെ കിട്ടുന്നുണ്ടോ എന്തോ. അപ്പോൾ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടണം, ഓപ്പോസിറ്റായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മീനിൻ്റെ തൊലി എടുക്കാൻ പറ്റുള്ളൂ. തല കഴിക്കാൻ ഇഷ്ടമുള്ളവർ എടുക്കുക, ഇല്ലാത്തവർക്ക് തല വേണ്ട. എനിക്ക് പട്ടിയുള്ളതുകൊണ്ട് പട്ടിക്ക് വെച്ച് കൊടുക്കണം വേസ്റ്റ്. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പട്ടിക്ക് വെച്ച് കൊടുക്കും. 2 പേരുണ്ട്, അമ്മയ്ക്കും മോക്കും കൊടുക്കണമല്ലോ. എന്നും മീനൊന്നും വാങ്ങിയില്ല, പലപ്പോഴൊക്കെ വാങ്ങിക്കും. ചെയ്തിട്ട് തല വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണമായിട്ടേ മുറിക്കാൻ പറ്റത്തുള്ളൂ, ചെറിയ മീനായിരുന്നു. ഇപ്പം കുറച്ച് വേസ്റ്റ് പട്ടിക്ക് വയ്ക്കാം. ഇനി നമുക്ക് നല്ല കഴുകി ഒന്ന് കഴുകി വയ്ക്കണം. പിന്നീട് ഒരു പാത്രം എടുത്തോണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട് പാത്രത്തിൽ. നോക്കിയിട്ടൊന്ന് കഴുകിയെടുക്കാം. 2 വെള്ളം കഴുകാം, എന്നിട്ട് ഉപ്പിട്ട് കഴുകാം. ഉപ്പിൽ വരെ ഊറും. നന്നായിട്ട് ഉപ്പിട്ട് ഞാൻ 5-6 വട്ടം കഴിയുന്നു കമ്മീന്. ഈ ചട്ടി ഒന്ന് നല്ലപോലെ കഴിഞ്ഞു മതി കഴിയും. നല്ല കഴിവായിരുന്നു.
നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ കൈ തുടച്ചത് എന്തെന്ന് വെച്ചാൽ ഈ വെള്ളം എപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ വിരലിൻ്റെ ഇടയൊക്കെ മറ്റേ ഇതിൻ്റെ പേര് നഖച്ചുറ്റും ഈ സംഭവം വരും. ഈ സോപ്പ് വെള്ളം ഈ വെള്ളമൊക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് എന്തെങ്കിലും വച്ചിട്ട് ഓടിച്ചെന്ന് കൈയൊക്കെ നല്ല ഓർത്ത് തുടച്ച് ഇട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി അടുത്ത ജോലി തേങ്ങ തിരുവണം. എൻ്റെ ദൈവമേ, 2 കറിക്കുള്ള തേങ്ങ തിരുവണം ടാസ്ക്കാണ്. അപ്പം നമുക്ക് ഇനി തേങ്ങ തിരുവണം ചിലവേരെടുത്തോട്ട് പോകാം. ഓക്കെ, ഞാൻ തേങ്ങയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. തേങ്ങ തിരുവ അപ്പോൾ തേങ്ങ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? ടാസ്ക്കാണ്. ഒരു കിലോ കാണാൻ പറ്റുന്നുണ്ട്. 1 കിലോ തേങ്ങ 79, 80, 90 രൂപ വരെ വാങ്ങുന്നുണ്ട്. ഈ തേങ്ങ കണ്ടോ? ഈ കരിക്ക് തേങ്ങയിൽ നിന്ന് 1 കിലോ തേങ്ങ 79, 90 രൂപ, 80 രൂപ വാങ്ങുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കി, ഇപ്പം നോക്കിയപ്പോൾ കറിക്കില്ല തേങ്ങ. ആകെ തിരികെ തേങ്ങ ഇത്ര 2-3 കുറ്റി പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ തീരും. ഈ തേങ്ങയിലാണ് എനിക്കിന്ന് എരിശ്ശേരി വെക്കണം, മീൻ കറി വെക്കണം. മാജിക് എങ്ങനെ ചെയ്യുന്നു ദൈവത്തിലാണ്. ഒരു അമ്മയുടെ രോദനം, ഒരു വീട്ടമ്മയുടെ രോദനം. വെളിച്ചെണ്ണയുടെ വില ദൈവമേ, എൻ്റെ പടച്ചോനെ എങ്ങോട്ട് കൊണ്ടു ദൈവത്തിനാണ്. 550 രൂപ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? പാമോയിലാണ് വാങ്ങിയത്. 1/2 കിലോ പാമോയിൽ 75-80 രൂപ. തലയിൽ തേക്കാനാണ് പാരച്യൂട്ടിൻ്റെ എണ്ണ വാങ്ങിയത്, ചെറിയ പാക്കറ്റ് പാരച്യൂട്ടിൻ്റെ എണ്ണ. ജീവിക്കണ്ടേ? ഇതാണ് എൻ്റെ അടുപ്പ്. അപ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചൂടാവും ഇവിടെ ഇരുന്നിട്ട്, അത് കുളിക്കാനുള്ള വെള്ളം. തീ കത്തുമ്പോൾ ഇത് രണ്ടും ചൂടാവും. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള പാത്രങ്ങളാണ്. കണ്ട, എൻ്റെ ഗാർഡ് ഇവിടെ കിടപ്പുണ്ട്, സെക്യൂരിറ്റി ഗാർഡ് കിടക്കണുണ്ടോ? കാത്തു, നമ്മുടെ കുഞ്ഞാരി, നമ്മുടെ കുഞ്ഞാരി, നമ്മുടെ കുഞ്ഞാരി, ആരി, നമ്മുടെ കുഞ്ഞാരി. നീ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പം അവളെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ ഭയങ്കര ചാടിക്കയറും, ഉപദ്രവിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. എപ്പം നോക്കിയാൽ മാന്തി ഇരിക്കും. തടവി കൊടുത്താൽ നല്ല സുഖത്തിൽ കിടന്നുറങ്ങും. ഇപ്പോൾ പാവല്ലേ. അപ്പം നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ആകെ 4 മീനേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 2 കഷ്ണം പൊരിക്കാം, 2 കഷ്ണം വയ്ക്കാം. അപ്പോൾ ഇവിടെ കറിയുടെ കഷ്ണം കൂട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ കഷ്ണം മോൻ കൂട്ടില്ല, ചേട്ടൻ കൂട്ടില്ല, മോളും ഞാനും ഒക്കെ ഒരു കഷ്ണമൊക്കെ നമ്മൾ കൂട്ടുള്ളൂ. അപ്പം പൊരിച്ച ഇവിടെ എല്ലാവരും കഴിക്കും. അപ്പോൾ കിട്ടിയതെന്ന് തീരെ ചെറിയ കുഞ്ഞു കൊയ്യാളാണ് കിട്ടിയത്. അപ്പോൾ കുറച്ച്, അപ്പോൾ 2 എണ്ണം വയ്ക്കാം, 2 എണ്ണം പൊരിക്കാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്യണം, അതിലോട്ട് പോവാം. ഞാൻ ക്യാമറ എവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ക്യാമറ സെറ്റ് ചെയ്യാൻ എവിടെ പറ്റുമോ നോക്കാം. അത് റെഡിയാക്കി വയ്ക്കാം.
നല്ല പച്ചമണം മാറണം. മീൻ നല്ല ബ്രൗൺ കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറാതെ ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കരിയരുത്, കരിയാതെ നല്ല മൂപ്പിച്ചെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തേ. ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കും. ഈ കറിയല്ലേ നമ്മൾ കിണ്ടിക്കോണ്ടിരിക്കും. ഇന്നിപ്പോൾ സത്യം കറണ്ട് പോയി. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അരച്ച് ഞാൻ അടുപ്പിൽ വെച്ച്. ഇപ്പോൾ നമ്മൾ മല്ലിയും മുളകും ഉലുവയും വറുത്തതിന് ശേഷം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് തിളയ്ക്കണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടി മത്തൻ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, പിന്നെ ഇത് ഏത് കായായാലും മതി, പേയങ്കായോ നമ്മുടെ ഏത്തങ്കായോ ഏത് കായാണെങ്കിലും മതി, അതരിഞ്ഞതും, പിന്നെ വൻപയർ, ഈ പയർ ചുവന്ന പയർ വൻപയർ ഇതും കൂടെ ഇനി കുക്കറിൽ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ കുക്കറിൽ വയ്ക്കണം മാത്രമല്ല, എൻ്റെ കുക്കർ പ്രശ്നക്കാരനാണ്. ഇങ്ങനെ ഒന്ന് കെട്ടി റെഡിയാക്കി വെക്കണം. അത് രാവിലെ കടല വെച്ചതിൻ്റെതാണ് പാട്, കടലക്കറിയിൽ. അപ്പോൾ ഇത് ഒന്ന് മീൻ വെന്തിട്ട് വയ്ക്കണം. അപ്പോൾ മീനിൽ ഞാൻ മുരിങ്ങയ്ക്കയും പച്ചമുളകും പിന്നെ കുറച്ച് പുളിഞ്ചിക്ക ഇട്ടിട്ടുണ്ട്. പുളിഞ്ചിക്ക മീൻസ് ഇരുമ്പം പുളി അങ്ങനെയും പറയും. പിന്നെ കുറച്ച് മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് 2-3 കഷ്ണമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ കുറച്ച് പൊരിക്കാമെന്നും പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊരിക്കണം, എരിശ്ശേരിക്ക് വേവിക്കണം, ചോറ് ആവണുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കത്തും അണയും ചിരിക്കും കരയും അങ്ങനെ നിൽക്കുകയാണ് അടുപ്പ്. അതിപ്പോൾ ആയിക്കോളും, പെട്ടെന്നാവും അത്. അപ്പോൾ ചോറുമായിട്ട് പിന്നെ എനിക്കിനി ജോലിയൊന്നുമില്ല. ഇനി കുറച്ച് പാത്രങ്ങൾ എല്ലാം കൂടെ കഴുകി വെക്കേണ്ടി ഇപ്പം എടുത്ത പാത്രങ്ങളൊക്കെ അത് കഴുകണം. പിന്നെ മീനൊന്ന് ചെറുതായിട്ടൊന്ന് കടുവറുത്തിടണം, എരിശ്ശേരി ഒന്ന് ചെറുതായിട്ടൊന്ന് കടുവറുക്കണം. അത് രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിലാവും. അതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ TV ഇവിടെ വർക്കായി പോയിരിക്കുകയാണ്. TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആരും മാറ്റില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ എൻ്റെ മുത്ത് ഇവിടെ കിടന്ന് ഉറങ്ങും. കഥേ ഒക്കെ ഉറക്കം വരുന്നാടി, അവിടെ കുഞ്ഞിന് ഉറക്കം വരണ, അവിടെ കുഞ്ഞു ഉറങ്ങണ. അപ്പോൾ എൻ്റെ പുത്രി ഇവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ എൻ്റെ പുത്രി നല്ല സുഖം ഉറക്കമായിരിക്കും. ഇനി ഞാൻ ചോറുണ്ണാൻ വേണ്ടി ചോറ് കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾ ചാടി എണീറ്റ് പറഞ്ഞത്. ഇവൾക്ക് ആകെ രണ്ട് വേർഡ്സ് അറിയാവും. അറിയാമെന്നുള്ള വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പം ഞാൻ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചുതരാം. ഇപ്പോൾ അവളെ റിയാക്ഷൻ കണ്ടോ? വിശക്കണാ? ചോറുണ്ണാമോ? വിശക്കണാ? ചോറുണ്ണാമോ? ഇത് 2 ചോദിച്ചാൽ ഇയാളെ റിയാക്ഷൻ കണ്ടോണം. ചോറില്ല, ചോറ് തീർന്നു. അവിടെ മുത്തിനൊന്നും ചോറില്ല. അവിടെ പൊന്നിനൊന്നും ചോറില്ല. സങ്കടം വന്നാ? വിശക്കണ? ഇത് 2 ഓക്ക് നല്ലതായിട്ടറിയാം.
അപ്പോൾ മക്കളടുത്ത് നമ്മൾ ചോറുണ്ടാന്ന് ചോദിച്ചാൽ ഇവളാണ് ഫസ്റ്റ് എടുത്ത് ചാടി വരുന്നത്. എന്താ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, അങ്ങനെ റിയാക്ഷനാണ് അവർക്ക്. പാവമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ കാണാൻ പറ്റും, തേങ്ങയുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടും. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വേണം തിളപ്പിക്കാം. ഗ്യാസൊന്ന് കത്തിച്ച് ഒന്ന് വച്ചിട്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പൊക്കെ കൈ കണക്കാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് നല്ലതായിട്ട് തിളപ്പിക്കാം. തിളച്ചിട്ട് നമുക്കൊന്ന് കടുവ. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയുടെ ജോലിയൊക്കെ ആവും. ഉപ്പുണ്ടാവും നോക്കാം. മതി, ധാരാളം, എല്ലാം കൈ കണക്കാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം, ക്വാളിറ്റിയുടെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കിട്ടണത് 5 രൂപ. ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ക്വാളിറ്റിയുടെ നമ്മളിവിടെ കിട്ടിയതാണ്. അപ്പോൾ അത് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കടുക് വറുക്കാനുള്ള ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് തേങ്ങ നല്ല നമ്മൾ തീയലിന് വറുക്കും പോലെ വറുത്തതും, പിന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പ് അതും വറ്റൽമുളകൊക്കെ ഇട്ട് വറുത്തിട്ട് ഇടണം. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഈ സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് സാധാ കടുകും കറിവേപ്പിലയും വറുക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പുറത്തെ ആരെ സംസാരം കേട്ടുകൊണ്ട് കുറച്ചുകൊണ്ട് പോകണം. കാത്തു അത് നന്നായിട്ട് വെട്ടിത്തിളച്ചു. നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ വീട് വരെ കത്തിപ്പോകും. സ്റ്റീലായതുകൊണ്ട് ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായിട്ട് സൺഫ്ലവർ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലായാലും കാത്തു അവിടെ എന്തിനാ അനക്കം കേട്ടിട്ട് അപ്പുറത്ത്. കഴുകി വെച്ചതാണ്, മഞ്ഞൾപ്പൊടിയിലിട്ട് ഒന്നുകൂടെ കഴുകിയിടാം. എണ്ണ കടുക് നന്നായിട്ട് വറുത്ത് അത് കുത്തി വരും. നമുക്ക് കറിവേപ്പില, കടുക് പൊട്ടിയില്ല. പണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, പൊട്ടല്ലേ ഇപ്പം വേണ്ടിയില്ല. ഇതൊക്കെ ഞാൻ കുറച്ച് കത്തിരിക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ട് റൗണ്ടായിട്ട് ഇതിൽ മുളകും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കത്തിരിക്കയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു തൂക്കി വെക്കും. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നല്ല അടുത്ത ചീവച്ചട്ടി ഒക്കെയാണ് ഫ്രൈ ചെയ്യും. സത്യം ഈ പാത്രമൊക്കെ വർഷങ്ങളായ പാത്രങ്ങളാണ്. എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 46-47 വർഷമായ പ്ലേറ്റ്, ഗ്ലാസ്, ചീനച്ചട്ടി, അങ്ങനെ ചരുവങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അമ്മയ്ക്കാണ് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത്. റിച്ച് പാത്രം, റിച്ച്. ഇനി കറിവേപ്പില അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പത്തിരി ചെയ്ത് ഒന്നേതായിട്ട് ചെയ്യാം. ഇപ്പം ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും തോന്നുന്ന രീതിയിൽ. സമ്മതിക്കില്ലല്ലോ, അപ്പുറത്ത് ആരുടെ ശബ്ദം കേട്ടിട്ട് ഇന്നത്തെ ഷോ ആണ്, അങ്ങനെ ഒന്നുമില്ല. മുളകെടുത്ത് പെട്ടെന്ന് കൈ കഴുകണം, എരിയ. നമ്മുടെ ചോറ് മുടിയൊന്നും കെട്ടിയില്ല, ഇത് വെള്ളമായിട്ടിരിക്കും. ഇപ്പോൾ സമയം മണി 1:30 1:30 കഴിഞ്ഞു. ചോറുണ്ണാന്ന് വിചാരിച്ചു. കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടെ ഉണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യണം. ലൈക്ക്, കമൻ്റൊക്കെ ആവശ്യമാണ്, കമൻ്റൊക്കെ ഇടണം. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യണത്. ചില ദിവസങ്ങൾ രാവിലെ ചോറ് വയ്ക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ജോലിയൊന്നും കാണില്ല, വൈകിട്ട് കാപ്പിയായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെ തന്നെ രാവിലെ പിള്ളേർ പോയാൽ പിന്നെ അടുത്ത രാത്രിത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് വയ്പ്പ്, പാത്രം കഴുകൽ, ക്ലീനിങ്, തറ തുടങ്ങി. ഇന്ന് തുടച്ചില്ല തറ, ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുടക്കുള്ളൂ, ചിന്നു ഒന്നാകുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല സൂപ്പർ കത്തിരിക്ക ഫ്രൈ. കുറച്ച് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇടാൻ പറ്റുമെങ്കിൽ ഇടുള്ളൂ, സമയം എങ്ങനെയാണെന്ന് അറിഞ്ഞത്. നല്ല ഇടിശ്ശേരിയും നല്ല മീനും, നല്ല മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വെച്ച മീൻ. മുരിങ്ങയ്ക്ക നമുക്ക് നൊസ്റ്റയാണല്ലേ. അപ്പം കഴിക്കട്ടെ. കഴിച്ചിട്ട് കാത്തൂന് ചോറ് കൊടുത്ത്, കാത്തൂൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം ചോറ്. പൊതുവേ ഞാൻ അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് നമ്മൾ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കണം എനിക്കിഷ്ടമല്ല. നമ്മൾ ഫസ്റ്റ് അവർക്ക് കൊണ്ട് കൊടുക്കും. അന്ന് ചോറ് കുറച്ച് ചൂടായിരിക്കും, അപ്പോൾ തണുത്തിട്ട് അവൾക്ക് ഞാൻ കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അവൾ കഴിക്കുകയില്ല, പിന്നെ അവൾ അത് തൊടൂല. അത് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.